2020 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യക്ക് കനത്ത തോൽവി. സ്വന്തം മണ്ണിൽ ദക്ഷിണാഫ്രിക്കയോട് 76 റൺസിനാണ് ഇന്ത്യ അടിയറവ് പറഞ്ഞത്. തോൽവിയോടെ ഇനിയുള്ള മത്സരങ്ങളിൽ ഇന്ത്യക്ക് ജീവൻ മരണ പോരാട്ടങ്ങളാണ്. ആദ്യം മില്ലറിന്റെ നേതൃത്വത്തിൽ അടിച്ചു പറത്തി, പിന്നാലെ മാർക്കോ ജാൻസന്റെ നേതൃത്വത്തിൽ എറിഞ്ഞൊതുക്കി. സൂപ്പർ 8-ൽ ലോക ചാമ്പ്യന്മാർക്ക് നാണം കെട്ട തോൽവി. പാകിസ്ഥാൻ തുടങ്ങിവെച്ച സ്പിൻ തന്ത്രം നെതർലൻഡ്സിന് പിന്നാലെ ദക്ഷിണാഫ്രിക്കയും ഏറ്റെടുത്തതോടെ നാലാമതും ഇന്ത്യൻ ഓപ്പണർ 0-ന് പുറത്ത്. ഇക്കുറി വീണത് പക്ഷേ ഇഷാൻ കിഷൻ. ഇടംകൈ ബാറ്റർമാർ വേഗത്തിൽ കൂടാരം കയറിയതോടെ 188 റൺസ് പിന്തുടർന്ന ഇന്ത്യക്ക് 50 റൺസ് ചേർക്കുന്നതിന് മുമ്പേ 4 വിക്കറ്റ് നഷ്ടം. പിന്നാലെ സൂര്യകുമാർ യാദവും ഹർദിക് പാണ്ഡ്യയും കൂടാരം കയറിയതോടെ ഇന്ത്യക്ക് അനിവാര്യ തോൽവി. 42 റൺസുമായി ദുബൈ പൊരുതി നോക്കിയെങ്കിലും പ്രോട്ടീസിന്റെ അച്ചടക്കമുള്ള ബോളിംഗ് നിരയ്ക്ക് മുന്നിൽ ഇന്ത്യ 111 റൺസിന് എല്ലാവരും പുറത്ത്. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക പവർ പ്ലേയിൽ 20-3 തകർന്നെങ്കിലും ഡേവിഡ് മില്ലറും ബ്രെവിസും ചേർന്ന ടീമിനെ കരകയറ്റി. അവസാന ഓവറുകളിൽ സ്റ്റബ്സ് കത്തിക്കയറിയപ്പോൾ പ്രോട്ടീസ് ഇന്ത്യക്ക് മുന്നിൽ വെച്ചത് 188 റൺസ് വിജയലക്ഷ്യം. ഇഷാനെ തുടക്കത്തിൽ നഷ്ടമായതും മധ്യനിര അമ്പയെ പരാജയപ്പെട്ടതുമാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. തോൽവിയോടെ ഇനിയുള്ള 2 മത്സരങ്ങളും ഇന്ത്യക്ക് നിർണായകമായി. കനത്ത തോൽവിയിൽ നെറ്റ് റൺ റേറ്റിൽ വീണ ലോക ചാമ്പ്യന്മാർക്ക് ഇനിയുള്ള മത്സരത്തിൽ സിംബാബ്വേയും വെസ്റ്റ് ഇൻഡീസിനെയും വലിയ മാർജിനിൽ പരാജയപ്പെടുത്തണം. 26-ന് സിംബാബ്വേക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.